ടി സി പി പഠിക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു കോൺസെപ്റ്റാണ് വാട്ട് ഈസ് മെൻ ബൈ ടി സി പി 3-way ഹാൻഡ് ഷേക്ക്. എന്താണ് ടി സി പി 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്? ഈ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് രണ്ട് പേഴ്സൺസ് തമ്മിൽ കൈ കൊടുക്കുന്ന കേസസ് ആണ്. ആ കൈ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഫ്രണ്ട്ലിനെസ് കാണിക്കുന്നുണ്ട്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പോസിബിൾ ഉണ്ട്. നോർമൽ കേസിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഹാൻഡ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തമ്മിൽ സംസാരിക്കാനുള്ള ഒരു തയ്യാറാണെന്നും ഒരു ഫ്രണ്ട്ലിനെസ് കാണിക്കുന്നതും അതുപോലെ അക്നോളജ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഹാൻഡ് ഷേക്കിങ്ങിൻ്റെ ദൗത്യം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ടി സി പി എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. സെൻഡറും റിസീവറിലെയും ട്രാൻസ്പോർട്ട് ലെയർ തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ ആരംഭിക്കുകയുള്ളൂ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. ഈ 3-way ഹാൻഡ് ഷേക്കിൽ കൂടിയാണ് ടി സി പി സെൻഡറും ടി സി പി റിസീവറും തമ്മിലുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കുന്നത്. ടി സി പി 3-way ഹാൻഡ് ഷേക്ക് ഈസ് എ പ്രോസസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ ടി സി പി നെറ്റ്വർക്ക് ടു മേക്ക് എ കണക്ഷൻ ബിറ്റ്വീൻ ദ സെർവർ ആൻഡ് ക്ലയൻറ്റ്. ഒരു സെർവറും ക്ലയൻറ്റുമാണ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവ തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ 3-way ഹാൻഡ് ഷേക്കിൽ കൂടിയാണ്. ഇറ്റ് ഈസ് എ 3-step പ്രോസസ്സ്. ഇതൊരു 3 സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അവിടെ ഇറ്റ് റിക്വയേഴ്സ് ബോത്ത് ക്ലയൻറ്റ് ആൻഡ് സെർവർ ടു എക്സ്ചേഞ്ച് സിങ്ക്രണൈസേഷൻ ആൻഡ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ്സ് ബിഫോർ ദ റിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട്സ്. അതായത് ഈ 3-way ഹാൻഡ് ഷേക്ക് എന്നുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ക്ലയൻറ്റും സെർവറും തമ്മിൽ ഒരു ചെറിയ ലെവലിലുള്ള ഫസ്റ്റ് ലെവൽ ഡാറ്റ എക്സ്ചേഞ്ച് നടത്തണം. എന്ത് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? സിങ്ക്രണൈസേഷന് വേണ്ടുന്ന ഡാറ്റ, അക്നോളജ്മെൻറ്റിന് വേണ്ടുന്ന ഡാറ്റ. നമ്മൾ പ്രധാനമായിട്ട് പറയും സിങ്ക്രണൈസേഷൻ ആൻഡ് അക്നോളജ്മെൻറ്റ് പാക്കറ്റ്സ് അല്ലെങ്കിൽ ഫ്രെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചതിന് ശേഷം മാത്രമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി എന്ന് ഉറപ്പിക്കാൻ ഒക്കൂ. അത് കഴിഞ്ഞിട്ടേ യഥാർത്ഥ ഡാറ്റ ട്രാൻസ്മിഷൻ ആരംഭിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ 3-step പ്രോസസ്സിനകത്ത് ക്ലയൻറ്റും സെർവറും തമ്മിൽ സിങ്ക്രണൈസേഷൻ ആൻഡ് അക്നോളജ്മെൻറ്റ് ഫ്രെയിംസ് അയച്ച് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡാറ്റ ട്രാൻസ്മിഷൻ ആരംഭിക്കുന്നു. It is designed in such a way that both end help you to initiate, negotiate and separate TCP socket connections at the same time. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പലതരം ആപ്ലിക്കേഷൻസ് ആണ് ഒരേ സമയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള സോക്കറ്റ്സിലും പോർട്ടുകളിൽ കൂടി വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷന് വരുന്ന ഡാറ്റയെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടി സി പി 3-way ഹാൻഡ് ഷേക്കിൽ കൂടി രണ്ട് ടി സി പി സെൻഡറിനും ഈ ടി സി പി റിസീവറിനും സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മെക്കാനിസമാണ് ടി സി പിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ, എന്നിട്ട് അത് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അവസാനം അത് സ്റ്റോപ്പ് ചെയ്യാനുമായിട്ടുള്ള കഴിവ് ഈ ടി സി പിക്ക് ഉണ്ട്. It allows you to transfer multiple TCP socket connection in both direction at the same time. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തി ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായിട്ട് നടത്താൻ ഈ 3-way ഹാൻഡ് ഷേക്ക് കൊണ്ട് സാധിക്കുന്നു. ഇനി 3-way ഹാൻഡ് ഷേക്കിൽ ഇൻവോൾവ് ആകുന്ന ചില മെസ്സേജ് ടൈപ്സിനെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അക്നോളജ്മെൻറ്റ് മെസ്സേജും വേണം, അതുപോലെ തന്നെ സിങ്ക്രണൈസേഷൻ മെസ്സേജസും വേണം. അപ്പോൾ 4 പ്രധാനപ്പെട്ട തരത്തിലുള്ള മെസ്സേജ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് 3-way ഹാൻഡ് ഷേക്കിൽ നടക്കുന്നത്. SYN മെസ്സേജ് എന്ന് പറയും, ACK മെസ്സേജ് എന്ന് പറയും, SYN-ACK മെസ്സേജ് എന്ന് പറയും, FIN എന്ന് പറയും. ഇതൊക്കെ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കുന്നത്. വാട്ട് ഈസ് SYN മെസ്സേജ്, വാട്ട് ഈസ് SYN-ACK മെസ്സേജ്, വാട്ട് ഈസ് ACK മെസ്സേജ്, വാട്ട് ഈസ് FIN മെസ്സേജ്, ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. SYN മെസ്സേജ് എപ്പോഴാണ് ടി സി പി സെൻഡറും റിസീവറും തമ്മിൽ അയക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഇനിഷ്യേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. ഒരു ടി സി പി സെൻഡറിന് റിസീവറിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അത് അവർ ചെയ്യണം എന്ന്, ഇങ്ങനെ ഞാൻ സെൻഡറാണ്, നിങ്ങളൊരു റിസീവറാണ്, നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്മിഷൻ എനിക്ക് അയക്കാൻ ഒക്കൂ. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി സെൻഡർ അയക്കുന്ന മെസ്സേജാണ് SYN. ഇറ്റ് ഹെൽപ്സ് യു ടു സിങ്ക്രണൈസ് സീക്വൻസ് നമ്പേഴ്സ് ബിറ്റ്വീൻ ഡിവൈസസ്. ഇപ്പോൾ ഈ മെസ്സേജ് കിട്ടുന്ന ഉടനെ റിസീവർ തയ്യാറായിട്ടിരിക്കും. ഓക്കെ, ഏത് സീക്വൻസ് നമ്പർ മുതലുള്ള ഫ്രെയിംസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അടുക്കി പറക്കാൻ തുടങ്ങേണ്ടുന്നത്, ഏത് സീക്വൻസ് നമ്പർ മുതലുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അത് മുതലുള്ള സീക്വൻസ് നമ്പറുള്ള ഫ്രെയിമിനെ എക്സ്പെക്റ്റ് ചെയ്ത് റിസീവർ ഇങ്ങനെ കാത്തിരിക്കുകയും ബാക്ക് ടു ബാക്ക് ആയിട്ട് കിട്ടുന്നതിനെ അടുക്കി പറക്കി വെക്കുകയും ചെയ്യും. ACK എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു കൺഫേം
ദ അതർ സൈഡ് ദാറ്റ് ഇറ്റ് ഹാസ് റിസീവ്ഡ് എ SYN മെസ്സേജ്. ഒരു SYN മെസ്സേജ് ഇവിടെ കിട്ടി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തിരിച്ച് ഡെസ്റ്റിനേഷൻ TCP അയക്കുന്ന മെസ്സേജാണ് ACK മെസ്സേജ് എന്ന് പറയുന്നത്. അക്നോളജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SYN മെസ്സേജ് കിട്ടി എന്നുള്ള അറിയിപ്പാണ്. ഇനി SYN ACK എന്താ? SYN മെസ്സേജ് ഫ്രം ദ ലോക്കൽ ഡിവൈസ് ആൻഡ് ACK ഓഫ് ദ ഏർലിയർ പാക്കറ്റ്. ഇനി ഇപ്പം ഹോസ്റ്റ് എയിൽ നിന്ന് ഹോസ്റ്റ് ബിയിലേക്കാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടുന്നത്. അപ്പം ഹോസ്റ്റ് എയിൽ നിന്ന് SYN പാക്കറ്റ് ഹോസ്റ്റ് ബിയിലേക്ക് വിടുന്നു. ഈ പാക്കറ്റ് എന്ത് സംഭവിക്കും? ഇത് ബിയിലെത്തും. ബിയിൽ SYN മെസ്സേജ് സക്സസ്ഫുള്ളി കിട്ടിക്കഴിഞ്ഞാൽ അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കണമല്ലോ ഇത് കിട്ടിയെന്നുള്ളത്. എന്നാൽ ബിക്ക് എയിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിഗ്ഗി ബാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ SYN മെസ്സേജിൻ്റെ കൂടെ തന്നെ ഈ ACKയും കൂടെ ക്ലബ് ചെയ്ത് അയക്കും. അതിനെയാണ് SYN ACK ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, SYN മെസ്സേജ് ഫ്രം ദ ലോക്കൽ ഡിവൈസ് ആൻഡ് ACK ഓഫ് ദ ഏർലിയർ പാക്കറ്റ്. അതായത് നേരത്തെ നിങ്ങൾ അയച്ച SYN എനിക്ക് കിട്ടിയെന്നും കൂടെ അറിയിക്കണം. അതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളുമായിട്ട് ഈ പറഞ്ഞ കണക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള മെസ്സേജ് കൊടുക്കണം. അതാണ് SYN. അതായത് ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന കേസിലാണ് ഇത് വരുന്നത്. ഇനി FIN എന്ന് പറയുന്ന മെസ്സേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെൻ യു വോണ്ട് ടു ടെർമിനേറ്റ് എ കണക്ഷൻ, ഒരു TCP സെൻറ്ററിന് റിസീവറുമായിട്ട് കണക്ഷൻ വിച്ഛേദിക്കണമെന്നുണ്ടെങ്കിൽ അയക്കുന്ന മെസ്സേജാണ് FIN മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് 4 ഉപയോഗിച്ചാണ് ഈ ഹാൻഡ് ഷേക്ക് നടക്കുന്നത്. അപ്പോൾ TCP traffic begins with a 3-way handshake. Here in this process a client needs to initiate the conversation by requesting a കമ്മ്യൂണിക്കേഷൻ സെഷൻ വിത്ത് ദ സെർവർ. സെർവറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സെഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഇനിഷ്യലൈസേഷൻ TCP സെൻറ്ററിൽ നിന്ന് ഹാൻഡ് ഷേക്ക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ക്ലയൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഡയഗ്രത്തിലാണ് ഇത് കാണുന്നത്. കണ്ടോ, ക്ലയൻറ്റും കണ്ട് സെർവറും കണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകളാണ് ഇത് അയക്കുന്നത്. ഒന്ന് നോക്കിക്കേ, SYN അയക്കുന്നു. നമ്പർ 1 എന്ന് പറയുന്നത് സെർവറിലേക്ക് അയക്കുന്നു. ഉടനെ സെർവർ എന്ത് ചെയ്യുക എന്ന് നോക്കിക്കേ, തിരിച്ച് അക്നോളജ്മെൻറ്റ് അയക്കുക. പക്ഷേ അക്നോളജ്മെൻറ്റിൻ്റെ കോഡ് എന്താ അയച്ചിരിക്കുന്നത്? SYN-ൻ്റെ കോഡാണ് അക്നോളജ്മെൻറ്റ് അയച്ചിരിക്കുന്നത്. അതായത് എനിക്കും ഈ പറഞ്ഞ കണക്ക് നിങ്ങളിലേക്ക് ഡാറ്റ അയക്കണമെന്നുള്ളതാണ് SYN അയക്കുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്ന സ്റ്റേജ് കാണിച്ചിരിക്കുന്നത് തിരിച്ച് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് അക്നോളജ്മെൻറ്റ് അയക്കുന്നത്. നിങ്ങൾ അയച്ച SYN എനിക്ക് കിട്ടി എന്ന് അറിയിക്കുന്നതാണ് ACK ഉള്ളത്. SYN എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. അതാണ് SYN ACK ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു? തിരിച്ച് അക്നോളജ്മെൻറ്റ് സെർവറിന് കൊടുക്കണം. കാരണം ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് സെർവറിന് കൊടുക്കണമല്ലോ. അപ്പോൾ അയാൾ ചിലപ്പോൾ ACK മാത്രം അയക്കും. അങ്ങനെ SYN മാത്രം അയക്കും, ACK മാത്രം അയക്കും, SYN ACK ഒരുമിച്ച് അയക്കും. ഇങ്ങനെ 3 തരത്തിലുള്ള രീതിയിൽ അയക്കാറൊക്കും. ഇതാണ് 3-way എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് 1-ൽ നമ്മൾ കണ്ടത് ക്ലയൻറ്റ് എസ്റ്റാബ്ലിഷസ് എ കണക്ഷൻ വിത്ത് ദ സെർവർ. അതിനെന്താ അയക്കുന്നത്? ദ സെൻഡർ സെൻഡ്സ് ആൻ SYN സെഗ്മെൻറ്റ് ആൻഡ് ഇൻഫോംസ് ദ സെർവർ അബൌട്ട് ദ ക്ലയൻറ്റ് ഷുഡ് സ്റ്റാർട്ട് എ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ക്ലയൻറ്റാണ്, സെർവറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ്. വിത്ത് വാട്ട് ഷുഡ് ബി ഇറ്റ് സീക്വൻസ് നമ്പർ, ഏത് സീക്വൻസ് നമ്പർ ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ SYN മെസ്സേജിനകത്ത് പോകുന്നത്. ഉടനെ എന്ത് ചെയ്യും? In this step, the server responds back to the client with the SYN ACK signal. അങ്ങനെ ഒരു SYN സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സെർവർ ക്ലയൻറ്റിലേക്ക് അക്നോളജ്മെൻറ്റ് അയക്കുന്നത് SYN ACK സിഗ്നൽ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ACK ഹെൽപ്സ് ടു സിഗ്നിഫൈ ദ റെസ്പോൺസ് ഓഫ് ദ സെഗ്മെൻറ്റ് ദാറ്റ് ഇറ്റ് ഈസ് റിസീവ്ഡ്. നേരത്തെ ഈ പറഞ്ഞ ക്ലയൻറ്റ് സെർവറിലേക്ക് അയച്ച ആ SYN മെസ്സേജ് കിട്ടി എന്നുള്ള അറിയിപ്പാണ് ഈ ACK മെസ്സേജ് കൊണ്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എന്തുകൊണ്ട് SYN-ഉം കൂടെ പോയിരിക്കുക. അപ്പോൾ SYN സിഗ്നിഫൈസ് വാട്ട് സീക്വൻസ് നമ്പർ ഇറ്റ് ഷുഡ് ഏബിൾ ടു സ്റ്റാർട്ട് വിത്ത് ദ സെഗ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡാറ്റ മെസ്സേജസ് പിന്നെ അയക്കണമെന്നുണ്ടെങ്കിൽ ഏത് സീക്വൻസ് നമ്പർ ആണ് എന്ന് ഇയാൾ തിരിച്ച് പിന്നെ സെർവർ ക്ലയൻറ്റിനെ അറിയിക്കുന്നതാണ് ഇത്. അതാണ് ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നേരത്തെ SYN എന്ന് കാണിക്കുന്നത് എന്താ? സീക്വൻസ് നമ്പർ ക്ലയൻറ്റ് സെർവറിനെ അറിയിക്കുക, എനിക്ക് കണക്ഷനും വേണം, സീക്വൻസ് നമ്പർ ഡീറ്റെയിലും ഉണ്ട്. ഇപ്പോൾ തിരിച്ച് മറ്റേയാൾ അക്നോളജ്മെൻറ്റും കൊടുക്കണം, അതിൻ്റെ കൂടെ എനിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ള സീക്വൻസ് നമ്പർ തിരിച്ച് സെർവർ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നു. ഇതാണ് സ്റ്റെപ്പ് 2-ൽ നടക്കുന്നത്. സ്റ്റെപ്പ് 3-ൽ എന്താണ്? ഫൈനൽ സ്റ്റേജാണ്. ഫൈനൽ സ്റ്റേജിൽ എന്താണ്? ഇപ്പോൾ സെർവർ തിരിച്ച് ക്ലയൻറ്റിലേക്ക് SYN അയച്ചല്ലോ, അപ്പോൾ അത് അക്നോളജ് ചെയ്യണ്ടേ ആര്? ക്ലയൻറ്റ് തിരിച്ച്.
അപ്പോൾ ക്ലയൻറ്റ് എന്താ ചെയ്യുന്നത്? ആസ് ദ ഫൈനൽ സ്റ്റെപ്പ് ദ ക്ലയൻറ്റ് അക്നോളജസ് ദ റെസ്പോൺസ് ഓഫ് ദ സെർവേഴ്സ് SYN. സെർവർ അയച്ച SYNൻ്റെ റെസ്പോൺസ് തിരിച്ചു കൊടുക്കുക ക്ലയൻറ്റ്. Therefore, both create a stable connection between each other. അവർ രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാവുകയും ടു ആൻഡ് ഫ്രോ ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരാൾക്ക് ആ കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അയക്കുന്ന മെസ്സേജാണ് FIN മെസ്സേജ്. അപ്പോൾ FIN എന്ന് പറഞ്ഞാൽ ഫൈനലൈസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന്, അല്ലെങ്കിൽ ഫൈനൽ ഡാറ്റ ഫ്രെയിം എന്നൊക്കെ സൂചിപ്പിക്കുന്ന FIN ഫ്രെയിം ഈസ് യൂസ് ടു ടെർമിനേറ്റ് ദ കണക്ഷൻ. അങ്ങനെയാണ് ഈ 3-വേ ഹാൻഡ് ഷേക്ക് നടക്കുന്നത്. അപ്പോൾ 3-വേ ഹാൻഡ് ഷേക്കിൽ കൂടിയാണ് എന്ത് നടക്കുന്നത്? ഈ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടി കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് TCP നടത്തുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ.